സെക്കൻഡ് വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. നമസ്കാരം എല്ലാവർക്കും. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടാതിരുന്ന എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പുറപ്പെട്ടിട്ടുള്ളത്. അതെന്താണെന്ന് ഞാൻ പറയില്ല. പണ്ട് നമ്മൾ ആ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത പോലെ തന്നെ ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് ഇൻഷാല്ലാ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറയാം. കിട്ടിക്കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പുറകെയായിരുന്നു 2 ദിവസം. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നേടണമെന്നുണ്ടെങ്കിൽ അത് നേടുന്നവരെ വെറി പിടിച്ചിട്ട് അതിൻ്റെ പുറകെ ഓടണം എന്ന് ആരോ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ വ്ളോഗൊന്നും ചെയ്യാതെ ട്രാവലിങ്ങൊന്നും ചെയ്യാതെ അതിൻ്റെ പുറകിലായിരുന്നു കഴിഞ്ഞ 2 ദിവസം. അതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യണമായിരുന്നത്. പക്ഷേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ കിടിലം വീഡിയോ ആയിട്ടാണ്. കാരണം ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം മനാൽ മർസൂക്കിനടുത്താണ്. എൻ്റെ സ്ഥിരം വ്യൂവേഴ്സിന് അറിയാലോ, നമ്മുടെ മനാൽ മർസൂക്കി എന്താ പറയുക, കടലിലെ നമ്മുടെ സ്വന്തം താരം മനാൽ മർസൂക്കിൻ്റെ അടുത്താണ് ഞാൻ ഇന്ന് പോകുന്നത്. പിന്നെ മൂപ്പർ അവിടെ എന്താ പറയുക മറീനയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ കുറച്ച് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പോകുന്നുണ്ട്. മനാൽ മർസൂക്കിൻ്റെ കൂടെ ഫ്ലൈ ബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റി ചെയ്യാൻ പോകുന്നത്. വളരെ ഹാപ്പി. കാരണം കുറേ കാലമായി മൂപ്പരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. എല്ലാവരും കമൻറ്റ് ബോക്സിൽ മൂപ്പരോട് ഹാപ്പി മാരീഡ് ലൈഫ് എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. സന്തോഷമായിക്കോട്ടെ. പിന്നെ നമ്മുടെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഹായ് മഹമ്മൂദ് എന്നാണ് പേര്. നമ്മളൊരു സുഹൃത്താണ്. കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. പിന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ട വണ്ടിയുടെ കാര്യം നമ്മുടെ ഒരുമിച്ച് എന്നുള്ള ഓപ്ഷൻ എടുത്തെല്ലാം പോയി തപ്പി. വണ്ടി ഇട്ടിട്ടില്ല. ഇങ്ങനെ വണ്ടി തപ്പുന്നുണ്ട് കേട്ടോ. നല്ലൊരു വണ്ടി നോക്കി സെറ്റായി വരുന്നുണ്ട്. വന്നാൽ തീർച്ചയായിട്ടും എടുത്ത് നാട്ടിലേക്ക് വരും. സോ ഹാപ്പി. സൗണ്ട് ശരിയായിട്ടില്ല, 90% ശരിയാണ്, 10% ആയിട്ടില്ല. ഇനിയിപ്പോൾ അവിടെ വെള്ളത്തിൽ കളിച്ചെന്താവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തിരുന്നാൽ കൂടെ വെള്ളത്തിൽ കളിക്കാണ്ടിരിക്കാനും പറ്റുന്നില്ല കേട്ടോ. ദുബായ് ആണ്, അവിടെ കുഴപ്പമില്ല, ഹോസ്പിറ്റലൊക്കെ പോകും. അപ്പോൾ നമുക്ക് നേരെ വിടാം മറീനയിലേക്ക്. ഇവിടെ എത്തിയിട്ടുണ്ട്, മറീനയിൽ എത്തിയിട്ടുണ്ട്. ഇതേ ഒരാൾ ഇവിടെ വളരെ കഷ്ടപ്പെട്ട്. ബ്രോ say hi. Hi Mallu. How are you, brother? Yes, good. Nice to meet you. So again. say something to my followers. Your followers? Yeah, to my subscribers and your fans. Today you're gonna show them something really nice in Dubai. Okay. With the 5-star view. 5-star view. Yes. Wow. So right now we are in Marina. Yeah, now we are in Marina. Yeah. So what are you spraying here? Yeah, I do some spray. Okay. Because you know we have really salty water, so we have to clean it, clean the salt from the engine area. So always we have to keep our stuff and safe. And guys, very happy news. He got married 2 months before. Yeah. Happy married life. Thank you. And you will just become more beautiful after marriage. Really? Yeah. Yeah. Anyway, അതല്ല മൂപ്പർ വന്നിട്ടുണ്ട്. സോ ഹാപ്പി. ഇനിയിപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് പോകും. കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ജസ്റ്റ് ഞാൻ ലൊക്കേഷൻ കാണിച്ചു തരാം. മറീൻ്റെ അല്ല ഉള്ളത്. കാരണം നിങ്ങൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ശരിക്കും പിന്നെ ബഹ്റൈനാണ് ലാസ്റ്റ് നമ്മളൊരു മറീനേൻ്റെ വ്യൂ ഇട്ടത്. അതിനെ ഇവിടെ ആയിട്ട് കിട്ടുന്നത്. ഡോക്കൊക്കെ ഇവിടെ ഉണ്ട്. മൊത്തം കണ്ടോ, ആൾക്കാരൊക്കെ കുഞ്ഞി ബോട്ടിൽ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ പോകുന്ന എക്സ്പേർട്ടിൻ്റെ അടുത്താണ്. ഇത് ഈ സീ ബ്രീച്ചർ എന്നുള്ള മൂപ്പയുടെ കമ്പനി കേട്ടോ. ഈ കമ്പനി കേട്ടോ, മൂപ്പയുടെ കമ്പനിയാണ്. സോ ദിസ് വൺ വി ആർ ടേക്കിംഗ് ടുഡേ. യെസ്, നമ്മൾ അന്നെടുത്ത് ഇതല്ല, വേറെയാണ്. ഇതൊക്കെ മൂപ്പർ തന്നെയാണ്. ഈ കാണുന്ന മുഴുവൻ മൂപ്പർ തന്നെയാണ്. This brand new 2021. This one Yamaha supercharged. Yeah. I will fly boarding with this one, and you're gonna drive this one. Me? Yes. Good. അങ്ങനെയൊക്കെ പറയും, നോക്കാം. യാ, ബ്രാൻഡ് ന്യൂ ആയിട്ട് ഇത്. ഇത് പഴയത് കേട്ടോ. ഓക്കെ, ഇറ്റ്സ് ഫോർ റേസിംഗ്. യാ മാനുവൽ മർസൂക്കിയുടെ കൊടുക്കും. എൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, ഷാർജ ടീം. ഇവിടെ കണ്ടോ പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല കേട്ടോ. വൈകുന്നേരമാണ്, വെയിൽ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. തനി മൊബൈൽ പ്രിപ്പയറിംഗ് സെൻറ്റർ. അതെന്താ ഇതിനുള്ള മൊബൈൽ ഷോപ്പൊക്കെ ഉണ്ടല്ലോ. കാലാവസ്ഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ചൂടൊന്നുമില്ല. ഇങ്ങോട്ട് വരുമ്പോൾ കുഴപ്പമുണ്ടോ, ഞാൻ എൻ്റെ കൂളായിട്ട് നിൽക്കുന്നത്. വെയിലുണ്ടെന്നില്ല, അല്ലാണ്ട് പ്രത്യേകിച്ചിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, ഒരുപാട് ഇപ്പം തന്നെ ഇതുവഴി ഒരുപാട് ആൾക്കാർ ഇവരുടെ കസ്റ്റമേഴ്സാണ്. അവർ കസ്റ്റമേഴ്സ് ഒരുപാട് പോകുന്നുണ്ട്, വരുന്നുണ്ട്. നമുക്ക് പോകേണ്ട ബോട്ടാണ് തോന്നുന്നത്, അവിടെ റെഡിയാണ്. മുപ്പര് പോയി വണ്ടി ഇറക്കും. ഈ സാധനം മേലെ റിവേഴ്സ് കൊണ്ടുപോയിട്ട് വണ്ടി ഇറക്കും. നല്ല അറ്റ്മോസ്ഫിയർ കേട്ടോ. ഈ ട്രക്കുകൾ കണ്ടോ, ഇപ്പോഴാണ് ഇതിൻ്റെയൊക്കെ മെച്ചം കാണുന്നത്. ഇത്രയും വലിയ ട്രക്കുകൾ ഇതുപോലുള്ള സാധനമാണ് നാട്ടിലിറക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നത്. ഐ ജസ്റ്റ് ട്രൈ മൈ ലെവൽ ബെസ്റ്റ്, അത്ര തന്നെ. ഓക്കെ അല്ലേ? ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ട് കേട്ടോ. ഇപ്പോൾ ലോഡ് ചെയ്യുന്നുണ്ട്.
സുഖടാ, എങ്ങനെയുണ്ട് പോകുന്ന കാര്യങ്ങൾ? കുഴപ്പമില്ല. നീ നാട്ടിൽ നിന്ന് വീട്? ആണോ, ഞാൻ ഫ്ലൈറ്റ് ഇല്ലല്ലോ. ഇല്ല, ഞാൻ വന്നത് UK-ലായിരുന്നേ. മൂപ്പര് അന്ന് നമ്മൾ വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ, അറിയില്ലേ? നമ്മളന്ന് ഫസ്റ്റ് ഇങ്ങനെ മണാലിനെ മീറ്റ് ചെയ്യാൻ പോയപ്പം ആ ബോട്ടിൻ്റെ വീഡിയോയിൽ ഉണ്ടായിരുന്നു മൂപ്പര്. നമ്മൾ തമിഴ്നാട്ടിൽ സംസാരിച്ചതൊക്കെ ആയത് അതാണ്. ഇതാണ് ഇവിടെ ഡോക്ക്. ഇതൊക്കെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് റെൻ്റ് ഔട്ട് ചെയ്യുന്ന ജെറ്റ് സ്കീസ് കേട്ടോ. റെൻ്റ് ഔട്ട് ചെയ്തിൻ്റെ വീട് കേട്ടോ. ഇവരിപ്പോൾ ഈ ഒരു ജെറ്റ് സ്കീ ഇവർ വെള്ളത്തിൽ കറക്കാൻ പോവുകയാണ്. വണ്ടി ഇനിയും കുറച്ചും കൂടി ബാക്കോട്ട് വരും. വണ്ടി കുറച്ചും കൂടി ബാക്കോട്ട് വന്നിട്ട് ഇറക്കണുണ്ടോ, മെല്ലെ മെല്ലെ പോയി വീലിപ്പോൾ വെള്ളത്തിലേക്ക് തട്ടും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ടൈറ്റ് ആക്കിയിട്ടുണ്ടോ, ഇത് ലൂസാക്കുക. ലൂസാക്കിയിട്ട് ക്ലാമ്പ് ഉണ്ട്, ക്ലാമ്പിങ് റിമൂവ് ചെയ്യുക. അപ്പോൾ ജെറ്റ് സ്കീയും ഈ ഒരു സ്റ്റാൻഡുമായിട്ടുള്ള കണക്ഷൻ കംപ്ലീറ്റ് ഔട്ടായി. അതിനുശേഷം മെല്ലെ പുറകെ പോയിട്ട് ഇപ്പോൾ അതിൽ കയറിയിരിക്കും, എന്നിട്ട് മെല്ലെ വെള്ളത്തിലിറക്കും കേട്ടോ. ഇപ്പോൾ കയറിയിരുന്നു. ഓ, ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിനപ്പം കൂടെ ഇറങ്ങുന്നില്ല. അങ്ങേ വേറെ പോയാൽ കുഴപ്പമൊന്നുമില്ല, കാരണം അങ്ങേ വരെ നമുക്ക് ഇതുണ്ട്. നല്ല സ്റ്റാർട്ട് ചെയ്തു, റിവേഴ്സ് ഗിയർ ഇടുന്നുണ്ടോ എന്തോടി. യെസ്, ഇത് ഇറക്കുന്നില്ല. അതിന് ചെറിയ ഡാമേജ് ഉണ്ട് ഫ്രണ്ട് ബോഡിക്ക്. എന്നിട്ട് നോക്കിയത് യാ. അങ്ങനെ ഞാൻ എൻ്റെ ഷൂ ഒക്കെ അയച്ചു താഴേക്ക് പോകുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട് ഗ്രിപ്പിന് വേണ്ടി ഇവർ ഈ റോഡാക്കി വെച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ താഴെ പെട്ടെന്ന് ഹെവിയിൽ വണ്ടി ബാക്കോട്ടൊക്കെ ഊരിപ്പോകാൻ നിൽക്കാൻ വേണ്ടി വെള്ളം തട്ടിയിട്ട് ഗ്രിപ്പിന് വേണ്ടി വെച്ചിട്ടുണ്ട് ഈ ഒരു സ്ലാബ്. ഞാൻ ഷൂസൊക്കെ കയറ്റിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു ബഹ്റൈനിൽ പോയ സമയത്ത് വെള്ളത്തിൽ കളിച്ച് എനിക്ക് അസുഖമൊക്കെ വന്നിരുന്നു. ഇപ്പോൾ അസുഖമൊക്കെ ശരിയായി, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, സൈഡ് എഫക്റ്റ് ഒക്കെ മാറി കിട്ടി. ആ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ വേറെ പ്രശ്നങ്ങൾ വരുന്നത്. ഓരോ സമയത്ത് ഓരോ പുതിയ പ്രശ്നങ്ങൾ വരും. ഷീസ് പ്ലേയിങ് അവിടെ നനയാനായിട്ട് ഇറങ്ങുന്നത്, അവിടെ കുഴപ്പമില്ല. Yeah, tell me, what is the deal? We race, me and you. Me racing with you? For me? Yes. Yeah, thank you. I don't know swimming, you know that. കേട്ടോ, എൻ്റെ ഗോൾഡ് വിങ് ഓടിക്കുന്ന പോലെ എനിക്ക് ഇതിൽ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞത്. യാ, ഓക്കെ. സോ വാട്ട് എൽസ് വി ഹാവ്? സ്നാപ്സ്, ചിപ്സ്, സ്നാക്സ്. സോ സിംപ്ലി ഗിവ് റവ് ആൻഡ് ഗോ. Carry. Slowly. Yeah. With the safety? Yeah. Safety first. I think you already tried jet ski. Yeah, I just tried, but not This the. But this look like very different. That time I got like This here. new one now coming with the screen. Told Okay. you everything. Yeah. So also when you started, you can stay. Like Okay. you know, Yeah. there's brake system. Okay. And this one reverse. Okay. That one throttle. Yeah. This one drive? Reverse. You go back. A reverse. Uh-huh. Yeah. This is throttle. Yeah. Yes. Okay, just let me try simply. Go on there. സോ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോകുന്നത് കേട്ടോ. മെല്ലെ കൊടുത്ത് മെല്ലെ പോകും വണ്ടി കേട്ടോ. ഇങ്ങനെ മെല്ലെ പോവും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ റിവേഴ്സ് ഇടുന്നത്. പുതിയ വർഷം സാധനം കേട്ടോ. അല്ല, ബ്രേക്ക് ഓടി നിൽക്കാൻ പറഞ്ഞേ. ഓ റിവേഴ്സ് പഠിപ്പിച്ച് ഇതും പഠിപ്പിച്ച ബ്രേക്ക് ചെയ്യുന്ന മനസ്സിലായില്ല കേട്ടോ. ബ്രേക്ക് വയ്ക്കാൻ പറഞ്ഞത് ഇങ്ങനെ വീട്ടിലോട്ട് പോകുന്ന സാധനം. ആ ബ്രേക്ക് ഇട്ട് റിവേഴ്സ് ഇട്ട ബ്രേക്ക് ആവും കേട്ടോ. അപ്പോൾ മനസ്സിലായത് ഹാപ്പി. ഇതാണ് നിങ്ങൾ നല്ല വീതിയുള്ള മുതലാണ്. ബാക്ക് സൈഡിൽ നോക്കിയാൽ വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് മോട്ടറിൻ്റെ പുറത്തേക്കുള്ള വെള്ളമാണ്. ആ പമ്പ് ചെയ്യുന്ന വെള്ളത്തിലാണ് ഇവർ പൈപ്പ് കണക്ട് ചെയ്തിട്ട് ആ പ്രഷറിലാണ് ശരിക്കും ഇവർ മറ്റേ ജെറ്റ് സ്കീ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. ഏതാ മൂപ്പർ പോകുന്നുണ്ട്, ഞാൻ മൂപ്പരുടെ ബാക്കിൽ ഞാനും പോകുന്നുണ്ട്. ഭയങ്കര ഹാപ്പി മൊമെൻറ്റ്സ് ആണ്. കുറേ കാലത്തിന് ശേഷമാണ് ശരിക്കും ഞാൻ ഈ ഒരു സാധനം ഓടിക്കുന്നത്. കുറേ കാലത്ത് ശേഷം അത് മൂപ്പർ വന്നിട്ട് ഓടിച്ചതാണ്. ജെസ്സിയിൽ ഷെബീറൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുത്തെന്ന് മാറിയത്. അന്ന് ഞാൻ പറഞ്ഞില്ല ഏതെങ്കിലും ഒരു കാലത്ത് ഒറ്റ ഓടിക്കുന്നുള്ളത്. അതാണ് ഇന്ന് സൈ ചെയ്യുന്നത്, ഞാൻ ഒറ്റ ഓടിക്കുന്നു. മൂപ്പർ ആക്സിഡൻറ്റ് കൊടുക്കാണ്ട് മൂപ്പർ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ പോയിക്കൂടെ? ത്രോട്ടിൽ കൊടുക്കേണ്ട വണ്ടി, ത്രോട്ടിൽ കൊടുക്കാണ്ട് വണ്ടി അങ്ങ് പോയിക്കോളും, കുഴപ്പമില്ല. ഇവിടെ നമുക്ക് യാർഡിൽ കാണാൻ പറ്റും. ബിഗ് യാർഡ്സ് ഉണ്ട്. എനിക്കിവിടെ ഒരുപാട് UAE ലോക്കൽസ് ഫോളോവേഴ്സ് ഉണ്ട്.
കാരണം വെച്ചാൽ ഇപ്പം അറിയില്ല മൂപ്പരുടെ ഫോട്ടോസൊക്കെ മൂപ്പരുടെ പ്രൊഫൈലൊക്കെ എൻ്റെ പ്രൊഫൈൽ വരുന്നു, ഞങ്ങൾ കൊളാബ് ചെയ്യുന്നുണ്ട്, മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ മലയാളം അറിയാത്ത അറബ്സൊക്കെ ഫോളോവേഴ്സ് ഉണ്ട്. ഞാൻ ഇൻഷാല്ല കാണിച്ചു തരാം. ഞാനതെല്ലാം പോയിട്ട് അവർ മീറ്റ് ചെയ്യും കേട്ടോ. ഇപ്പോൾ 4 മീറ്റർ/അവർ സ്പീഡിലാണ് പോകുന്നത്. മജസ്റ്റി 1-2 ആണ് ഇതിൻ്റെ പേര്. Yeah. I think there is some waves outside. Are you sure? മിക്കവാറായിട്ട് കൊല്ലുമെന്നിട്ട് തോന്നുന്നത്. അവിടെ ഒരാൾ ഫ്ലൈ ബോർഡ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തത് അന്ന്. അതുപോലെ ഇവിടെ ജെറ്റ്സ്കിയൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. പിന്നെ മൂപ്പർ അവിടെ തന്നെ നല്ല വേവ്സ് വരുന്നുണ്ട്. കാരണം ഇങ്ങനെ ലാഞ്ചാൻ തുടങ്ങിയിട്ടോ. ഇത് ഇങ്ങനെ ചെറുങ്ങനെ ഇല്ലോ കേട്ടോ, ലാഞ്ചാൻ തുടങ്ങിയിട്ട് വണ്ടി പോകുന്ന നോക്കിങ്ങൾ. ബേക്കിൽ ബോട്ടിൽ, നമ്മൾ ഫ്രണ്ട് ബേക്കിൽ ബോട്ടിലുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഈ സാപ്പി മൂപ്പർക്ക് ഇനി അങ്ങനെ ക്യാമറയിൽ ഓവർ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ മൂപ്പരെ ഡീറ്റെയിൽസ് പറയാത്തത്. ഓ ഓ ഓ ഓ എന്തോ സ്പീഡ്, എന്തോ സ്പീഡ്. ക്യാമറ ഉണ്ട്, ക്യാമറ ഉണ്ട്, ഇൻട്രസ്റ്റ് ഇല്ല. ക്യാമറ കണ്ടേരം തുടിക്കലുണ്ട്. പക്ഷേ ഓനിക്കറിയില്ല നമ്മളെപ്പോഴുള്ളത് ചാമ്പ്യനാണെന്ന്. ഇവിടെ ചാമ്പ്യൻ വളരെ സിമ്പിളായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് പുറകിൽ കാണുന്ന കരയാണ്, ബീച്ചാണ് നമ്മൾ അന്ന് ചെയ്ത സ്ഥലത്ത് തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ ഉള്ളത്. മൂപ്പർ ഇവിടെ റോം ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നാണ് അന്ന് നമ്മൾ ഫ്ലൈ ബോർഡും കാര്യങ്ങളും ചെയ്തത്. പക്ഷേങ്കിൽ നമ്മൾ ചെയ്ത സ്ഥലത്ത് നിന്ന് പിന്നെ അത് ആഴമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പം കുറച്ച് ആഴം കാണുന്നുണ്ട്. അപ്പുറം കുറേ ഫാമിലീസ് കുളിക്കുന്നുണ്ട്. അവിടെ വലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ മുകളിൽ ഞങ്ങൾക്ക് പാരാഗ്ലൈഡിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. പാരാഗ്ലൈഡല്ല, മറ്റേ എന്താ പറയുന്നത്, ഒരു ഇതില്ല, അത് കാണാം. ഇവിടെ പുറത്ത് ബോട്ട് ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. സോ ഹാപ്പി. ഇനിയാണ് മൂപ്പർ കളിക്കാൻ പോകുന്നത്. അത് കാണാനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ്. ഞാൻ കുറേ സമയം ഡ്രൈവ് ചെയ്യുന്നത്. ഒരേനെ കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കാണിക്കാറുണ്ട്. നമ്മുടെ അവിടെ ബുർജ് അറബ് കാണാം, അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മൂപ്പർ അങ്ങ് ഫ്രണ്ടിലെത്തി. ചുറ്റും ആരുമില്ല, ഞാൻ ഒറ്റക്കാണുള്ളത്. വേറൊന്നുമല്ല, ഗോപ്ര വീണ് ഞാൻ വെള്ളത്തിലാക്കി കിട്ടൂല കേട്ടോ. ഇതേ നമ്മുടെ സ്വന്തം ബുർജിൽ അറബ്, നമ്മൾ നേരത്തെ പറഞ്ഞേ ബുർജിൽ അറബിൻ്റെ ഫ്രണ്ടിലുള്ളത്. ഇവിടെ നിന്നാണ് നമ്മളിനി അടുത്ത കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓ ആ ഒരു വ്യൂ വേണ്ട നിങ്ങൾ, അതാണ് വ്യൂ. കാണത് ആറ് ചുവന്ന കടലിൻ്റെ ഇടയിൽ ഞാൻ കാണിച്ചു തരാം. ചുവന്നില്ല, സോറി, മഞ്ഞയായ കടലിൽ. ഇവിടെയാണ് ശരിക്കും ആൾക്കാരൊക്കെ പിന്നെ ജെറ്റ്സ്കിയൊക്കെ ചെയ്യാൻ വേണ്ടി വരുന്നത് കേട്ടോ. ഒരു ഫ്രെയിം ഉണ്ട് നിങ്ങൾ, ബുർജുൽ അറബും അതുപോലെ തന്നെ അതെ ജെറ്റ്സ്കിയൊക്കെ ആയിട്ട് ഇങ്ങനെയുണ്ട് ഫ്രെയിം. മൂപ്പരെ പിന്നെ അതെ സാധനം ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മൂപ്പര് ട്രേഡ് മാർക്ക് സാധനം ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ പ്രകടനം കാണാൻ പോകുന്നത്. ഇന്ന് എന്നോടായിട്ട് കയറാനെല്ലാം പറയുന്നുണ്ട്. ഞാൻ കൊന്നാലും കയറില്ല. കാരണം വെച്ചാൽ എന്തെങ്കിലും അസുഖം പിടിച്ചിട്ട് രണ്ടാമത് ഇവിടെ സൈഡായി പോകും. ഞാൻ പിന്നെ പൈപ്പൊക്കെ ഇട്ട് തായലൊക്കെ ഉണ്ട്. ഈ തായയിൽ പാമ്പ് പോലെ എടുക്കുന്നുണ്ട്. ചുറ്റിക്ക് അതിൻ്റെ പൈപ്പ് കേട്ടോ. ഇന്നലെ നമ്മൾ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്യാനേ, പക്ഷേങ്കിൽ ഞാൻ തിരക്കിലായിപ്പോയി. എന്നിട്ട് അവൻ മാറ്റി വെച്ച്, ഓൻ അങ്ക് കൊണ്ട് ഒരു ദിവസം മാറ്റി വെച്ച്. മനസ്സിലാക്കി അത്രക്കും നമുക്ക് അവർ ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് അറിയാലോ, നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പിന് അവർ നല്ല വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പം ഇവിടുത്തെ ഒരാൾ ഇന്നലത്തെ എനിക്ക് വേണ്ടി അവൻ മാറ്റി വെച്ച് ഇവിടെ വന്നിട്ട് അവൻ കുഴപ്പമില്ല ബ്രോ നാളെ മതി വന്നു. അങ്ങനെ ഇന്ന് എനിക്ക് വേണ്ടി വന്നു. എനിക്ക് വേണ്ടിയില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടിയിട്ട്, അങ്ങനെ പറയാം. നമുക്ക് എല്ലാവർക്കും വേണ്ടി എനിക്ക് കാണാനും കാണിക്കാനും നിങ്ങൾക്ക് എന്നിലൂടെ കാണാനും ചാൻസ് ആക്കി തന്നെ കേട്ടോ. പൊന്തി മക്കളെ പൊങ്ങി, ഇതാ രാജാവ് പൊന്തിട്ടത്. താനത്തേക്ക് പോകുന്നത്. ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് എടുത്തിട്ട്
Yo. Come with me. No. I have sickness. Yeah, I have sickness here. I can't come back. Escape right. See, my voice is gone. Yeah, so I can't come. Thank you. ചില സമയത്ത് കള്ളത്തിലൊക്കെ പറയാട്ടോ. അല്ലെങ്കിൽ ഓൻ എടുത്തോട്ട് പൊരിച്ചേനെ. ഞങ്ങൾക്ക് അറിയില്ല. കൊണ്ട് പൊരിച്ചേനെ. Yeah. You want to say something? Everything is fine. You want to say something to my people? I hope everyone like this show. Oh, everybody's liking. No, not doubt. You in Dubai Yeah, it's very good. with the champ of flyboard. Yeah, the champion of flyboard. Yeah. ക്യാമറിന്റെ മുകളിൽ ഫുള്ള് വെള്ളത്തുള്ളി ഉണ്ടാവേ. ഒരു അമേസിങ് സംഭവം കേട്ടോ. നിങ്ങൾ വെച്ചാൽ ഇത്ര കൊല്ലത്തെ പ്രാക്ടീസ് ആരാ കളിക്കുന്നത്? Yeah. ഉപരി എൻ്റെ ബൈക്കാണ്. നോ, ഇടിക്കല്ലേ മോനെ, ഇടിക്കല്ലേ മോനെ. നനഞ്ഞ് പണ്ടറിയാട്ടോ മൊത്തത്തില്. പിന്നെ ഞാൻ ആരും കാണിക്കാത്ത ഒരു കാര്യം ഞാൻ കാണിച്ചത്. ഞാനങ്ങനെ കാണിച്ചു കൊടുക്കാറില്ല. നിങ്ങളാണ്ട് എടുത്തോ. ഒന്നുമില്ല, ചേച്ചിക്ക് ഇങ്ങനെ കറക്കുക, വേറെ പരിപാടിയൊന്നുമില്ല. ഇതിങ്ങനെ ഹാൻഡിൽ ഫുള്ള് ഒരു സൈഡ് പിടിക്കുക, അതിനുശേഷം റിവേഴ്സ് ഗിയർ കൊടുക്കുക, അപ്പോൾ അത് ഇങ്ങനെ ഇറങ്ങും. ഒന്നും കൂടി പറയുന്നു, ഞാൻ ആർക്കും കാണിച്ചു കൊടുക്കാറൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ ഹാൻഡ് കാണിച്ചത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒരു തള്ളിയില്ലെങ്കിൽ എന്തൊരു രസമല്ലേ. യാ, ഫിറ്റ് ചെയ്തു. ആ കപ്പാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. കപ്പ് മാറ്റിയിട്ട് മറ്റേ കപ്പ് കയറ്റി, സാധാരണ കപ്പ് കയറ്റി, പിന്നെ പൈപ്പെല്ലാം എടുത്തിട്ട് അതിൽ സെറ്റ് ചെയ്ത് ഇതാണ് ചെയ്യുന്നത്. വാവ്. Yeah, everything is perfect. Perfect okay. You know that name, perfect okay? Yeah. There's a name, perfect okay. Bro, hello okay la?
പെർഫെക്റ്റ് ഓക്കെ. ആ പെർഫെക്റ്റ് ഓക്കെ അതന്നെ. എനിക്ക് പേര് മാത്രമേ പറയാൻ ബാക്കിയുള്ളൂ. അവരെയും കൊണ്ട് പറയിപ്പിച്ചിട്ട് സന്തോഷമായി. ഓക്കെ, നമ്മളിനി തിരിച്ചു പോകട്ടെ കരയിലേക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ട്. അതുപോലെ മൂപ്പരുടെ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ട് മൂപ്പർക്ക് ഏകദേശം 60,000 ഫോളോവേഴ്സ് കയറിയിരുന്നു. മൂപ്പർ ഭയങ്കര ഹാപ്പിയാണ്. ശരിക്കും അതൊക്കെയാണ് കേട്ടോ അവർ നമുക്ക് ഇത്ര വലിയൊരു റെസ്പെക്റ്റ് ഒരു വിലയൊക്കെ തരുന്നത്. കാരണം മലയാളികളുടെ ഇഷ്ടം എന്താണെന്ന് അവർക്ക് മനസ്സിലായി. പുതിയ ഫോളോവേഴ്സിനോടാണ്. പഴയ ആൾക്കാർക്ക് അറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തപ്പോൾ മൂപ്പർക്ക് 60,000 മലയാളി ഫോളോവേഴ്സ് കയറിയിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട്. മൂപ്പര് ഇവിടുത്തെ ഒരു നാഷണൽ ചാമ്പ്യൻ കൂടിയാണ്. സോ നിങ്ങളെല്ലാവരും ഇൻസ്റ്റ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മൂപ്പരെ ഫോളോ ചെയ്തിട്ട് ഫോളോ ചെയ്യണം. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം കേട്ടോ. പിന്നെ എൻ്റെ ഇന്നലത്തെ ഇൻസ്റ്റ സ്റ്റോറീസൊക്കെ ഉണ്ടെങ്കിൽ മൂപ്പര് ടാഗ് ചെയ്തിട്ടുണ്ടാവും. മറന്നു വരുന്നത് കിടക്കട്ടെ എന്നല്ലേ. കാരണം അടുത്ത പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിലും നല്ലൊരു റൈഡ് കിട്ടും. മൂപ്പരുടെ അടുത്ത് ഷാർക്ക് ബോട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി കിട്ടാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം മേലെ വിടാം കരയിലേക്ക്. ഞാൻ ക്യാമറ ഇതിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത് തുറന്നിട്ട്. ഇവിടെ ഒരു ഡബ്ബയുണ്ട്. ഈ ഡബ്ബയുടെ ക്യാമറ വെക്കുന്നത് കാര്യം വെച്ചിട്ട് കാണാം കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ നല്ല സ്പീഡിലാട്ടോ വന്നത്. ഏകദേശം ഒരു 38-40 മൈൽസിലേക്ക് അടിച്ച് കയറ്റി വന്ന് ഒന്നും നോക്കിയിട്ടില്ല. ഓ ചുമ വരാൻ തുടങ്ങിയാൽ വാങ്ങുന്നില്ല വെള്ളത്തിൽ ഇറങ്ങാത്തത്. അതുപോലെ ഇവിടെ മൈരി പോകുന്നതിന് മുമ്പ് വെളിച്ചം പോകുന്നതിന് മുമ്പ് ഇതൊക്കെ എടുത്ത് കരയെ കയറണം, അല്ലെങ്കിൽ ഫൈൻ വരും. കാരണം ഈ ജെറ്റ് സ്കീക്ക് അങ്ങനത്തെ ഒരു റൂൾസ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ എൻ്റെ വീഡിയോ പണ്ട് മുതലേ കാണുന്നവർക്കറിയാം. ഞാൻ ഒരുപാട് ഇതിനെ പറ്റിയിട്ട് ജെറ്റ് സ്കീൻ്റെ വീഡിയോസൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാണാത്ത ആൾക്കാർക്ക് വേണ്ടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. ഒരു എൻ്റെ ബുൾഡോസറാണ്, JCB ഉണ്ടല്ലോ, JCB കപ്പൽ. മില്ലേനിയം യാട്ടൊക്കെ മൂടി വെച്ചിട്ട് മുതൽ. So where is your shark boat? Where is your shark boat? Yeah. Hot. Yeah. So when you are taking back to the water? September. So we need to wait September. Yeah. Inshallah. എന്ത് പാവം മനുഷ്യനെ നോക്കിയല്ലേ. ഒരു അഹങ്കാരോ ചാടിയോ ഓരോന്നും ഇല്ലല്ലോ. കരയിലെത്തി നല്ല വെള്ളച്ചാടാം. എൻ്റെ മുട്ടോളം വെള്ളമായി. മുപ്പര് ഏതായാലും ഇനി വണ്ടി എടുത്തിട്ട് വരും. ഞാൻ അപ്പോഴത്തേക്ക് വരുന്നൊക്കെ നയിച്ച് സെറ്റാണ് കേട്ടോ. മൊത്തം നനഞ്ഞിട്ടുള്ളത്. അതിന് ഹോട്ടൽ റൂം പോയിട്ട് അവിടെ ബാത്ത് ടബ് ഉണ്ട്. ആ ബാത്ത് ടബിൽ സാധാരണ ബാത്ത് ടബ് എല്ലാവരും ഉപയോഗിക്കുന്നത് കുളിക്കാനല്ല, പക്ഷെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ്. ആ ബാത്ത് ടബിൽ ഡ്രസ്സെല്ലാം ഇടും, ഫുൾ വെള്ളം നിറക്കും, ഇട്ട് അലക്കും. അതാട്ടെ പരിപാടി. കാരണം ബക്കറ്റ് ഇല്ലല്ലോ, ബാത്ത് ടബ് ഉപയോഗിക്കുന്നതിന് അലക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബ്രോ എങ്ങനെയുണ്ട്? ഓക്കെ അല്ല? ഹാപ്പി അല്ല? എൻജോയ് ചെയ്തില്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ അല്ല? എൻ്റെ പേര് വന്നിട്ട് സാഡാവരുത്. ഓനാളെങ്ങനെ പൊളിയല്ലേ? ഓനാളെങ്ങനെ? സാറിന് Super okay. അപ്പോൾ അതെ മുപ്പര് വന്നിട്ടുണ്ട്. യു വാണ്ട് ടു സേ സംതിങ്? I want to say something first of all. Thank you so much for your time. Anytime, bro. You are my brother. So what is next plan? We are going for snorkeling, shark boat soon. Soon snorkeling. Shark boat, wait for the rain in Dubai. Yeah. That's better in Hatta river. Yeah. ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഫുള്ള് മഴയത്ത് Hatta റിവറിൽ ഷാർക്ക് ബോട്ട് എടുത്ത് തരുമ്പോൾ രസം. ഈ ചൂടത്തെടുത്ത് കാര്യമില്ല. അപ്പോൾ സ്നോർക്കലിംഗ് ലെറ്റ് മീ ചെക്ക് മൈ ദിസ് തിങ് throttle. Okay, if it is fine we can go. Anyway, thank you. Hope to see you soon, brother. Yeah. And hi everybody. I Thank you. hope you are enjoying the Mallu travel video. എല്ലാവരും മൂപ്പരൊന്ന് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണം കേട്ടോ. ഞാൻ ലിങ്കും സ്ക്രീൻഷോട്ട് എടുത്തത്. മൂപ്പരോട് പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ എനിക്ക് അതാണ് ഒരു സങ്കടം കേട്ടോ. മൂപ്പര് ഡയറക്റ്റ് നമുക്ക് വന്നിട്ട് ഇത്രക്കാരും കാര്യങ്ങൾ ചെയ്ത് സ്റ്റാഫിനെ ഇറക്കി ചെയ്ത് തന്നിട്ട് നമ്മൾ എന്തെങ്കിലും തിരിച്ചു കൊടുക്കണ്ട. അങ്ങനെയാണ് ഞാൻ നിന്നോട് പറയുന്നത് കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ വരാണ്ട്. ഇതാണ് മുമ്പയുടെ കമ്പനി CB റിജേഴ്സ് എന്ന് പറഞ്ഞിട്ട് അറിയാം. ഞാൻ ഇവരുടെ ഏകദേശം 4ാമത്തെ 5ാമത്തെ വീഡിയോ കണ്ട് ചെയ്യുന്നത് മൂപ്പരുടെ കൂടെ. മൂപ്പർ ചെയ്യുന്നത് നമുക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്തൊക്കെ ഷോനൊക്കെ പോവുകയാണ് നല്ല പൈസ കൊടുത്തിട്ട് മൂപ്പർ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് നമ്മളത് കവർ ചെയ്യും. നമ്മളെ മലയാളികൾക്ക് കാണാനുള്ള അവസരം ഉണ്ടാകും. അത്രേ ഉള്ളൂ. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പോൾ ബ്രോ നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്. നേരെ പോയിട്ട് കുറച്ചും കൂടി പരിപാടികളുണ്ട്. നാളെ അറിയില്ല എന്താണ് പരിപാടി എന്നുള്ളത്. നോക്കാട്ടോ. ഒരു ഹാപ്പി ന്യൂസ് മിക്കവാറും ഇപ്പോൾ അടുത്തുണ്ടാവും. ഓക്കെ, വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.